തീർച്ചയായും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ചരിത്രം എന്നത് ഒരു സാധാരണ പയ്യൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസമായി വളർന്നതിന്റെ അവിശ്വസനീയമായ കഥയാണ്. മദീറയിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെയും അസാധാരണമായ കഴിവിലൂടെയുമാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. ചെറുപ്പത്തിൽ സ്പോർട്ടിംഗ് ലിസ്ബണിൽ കളിച്ച് ശ്രദ്ധേയനായ അദ്ദേഹം പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തി ലോകത്തിനു മുന്നിൽ തന്റെ പേര് ഉറപ്പിച്ചു. പിന്നീട് റയൽ മാഡ്രിഡിൽ കളിച്ച വർഷങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിലെ സുവർണ കാലഘട്ടമായിരുന്നു. അവിടെ വെച്ച് നിരവധി റെക്കോർഡുകൾ തകർക്കുകയും അനേകം കിരീടങ്ങൾ നേടുകയും ചെയ്തു. അതിനുശേഷം യുവന്റസിലും വീണ്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും കളിച്ച് ഇപ്പോൾ അദ്ദേഹം സൗദി അറേബ്യയിലെ അൽ നസർ ക്ലബിനു വേണ്ടിയാണ് കളിക്കുന്നത്. റൊണാൾഡോയുടെ ബാല്യകാലം വളരെ സാധാരണമായിരുന്നു. മദീറയിലെ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച അദ്ദേഹത്തിന്റെ കുടുംബം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോട് വലിയ താല്പര്യം കാണിച്ചു തുടങ്ങി. സ്കൂളിലും തെരുവുകളിലും ഒക്കെ പന്ത് തട്ടിയായിരുന്നു തുടക്കം. തന്റെ കളിക്കഴിവിലൂടെ ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മദീറയിലെ ഒരു ലോക്കൽ ക്ലബിൽ ചേരുന്നത്. ആ തുടക്കമാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ യാത്രയുടെ അടിത്തറയായത്. റൊണാൾഡോയുടെ അച്ഛൻ ജോസ് ഡെനിസ് അവെയ്റോ ഒരു ഫുട്ബോൾ ക്ലബായ ആൻഡോറിംഗ് ഹിൽ കിറ്റ് മാനായി ജോലി ചെയ്തിരുന്നു. ചെറുപ്പത്തിൽ റൊണാൾഡോയെ പലപ്പോഴും അദ്ദേഹം ക്ലബിന്റെ പരിശീലനത്തിനും മത്സരങ്ങൾക്കും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ഈ അന്തരീക്ഷമാണ് റൊണാൾഡോയ്ക്ക് ഫുട്ബോളിനോടുള്ള താല്പര്യം വളർത്താനും കളിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ പിന്നീട് റൊണാൾഡോയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും തുടങ്ങിയിരുന്നു. ഈ പിന്തുണയുടെ നിലയിലേക്ക് എത്തിച്ചതിൽ നിർണായകമായത് റൊണാൾഡോയുടെ അമ്മ ഡൊലോറിസ് അവെയ്റോ തങ്ങളുടെ ദാരിദ്ര്യം കാരണം ഗർഭം അലസിപ്പിക്കാൻ ആലോചിച്ചിരുന്നതായി അവരുടെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡോക്ടർമാർ അത് സമ്മതിച്ചില്ല. ഭാഗ്യവശാൽ ആ തീരുമാനം അവർ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് റൊണാൾഡോ ജനിച്ചത്. ഫുട്ബോൾ ലോകത്തിന് അദ്ദേഹത്തെ പോലൊരു പ്രതിഭയെ ലഭിച്ചത് എത്ര വലിയ ഭാഗ്യമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? റൊണാൾഡോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതനുസരിച്ച് സ്പോർട്ടിംഗ് ലിസ്ബണിൽ കളിക്കുന്ന സമയത്ത് പണമില്ലാതെ വിഷമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാത്രി വൈകി വിശക്കുമ്പോൾ അവർ ട്രെയിനിങ് ഗ്രൗണ്ടിനടുത്തുള്ള ഒരു മെക്ഡൊണാൾഡ്സിൽ പോകാറുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എഡ്ന എന്ന സ്ത്രീയും മറ്റു 2 ജീവനക്കാരുമാണ് അദ്ദേഹത്തിന് ബർഗറുകൾ നൽകി സഹായിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ പഴയ കാലത്തെക്കുറിച്ച് ഓർത്തെടുത്ത റൊണാൾഡോ അവരെ കണ്ടെത്തി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നതായി ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അതൊരു വലിയ വാർത്തയാവുകയും ഒടുവിൽ എഡ്നയെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ 2026 ഫിഫ വേൾഡ് കപ്പിലെ പോർച്ചുഗൽ ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെട്ടിട്ടുണ്ട്. 41-ാം വയസ്സിലും അദ്ദേഹം തന്റെ മികച്ച ഫോം നിലനിർത്താൻ ശ്രമിക്കുന്നു. പോർച്ചുഗൽ ടീമിൽ ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ ഡിയാസ് തുടങ്ങിയ മികച്ച താരങ്ങളുമുണ്ട്. കോച്ച് റോട്ടോ മാർട്ടിനസിന്റെ കീഴിൽ അവർ ആദ്യ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ്. അവരുടെ ഗ്രൂപ്പിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ എന്നിവരുമുണ്ട്. പോർച്ചുഗൽ ടീമിന്റെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് ആണ്. അദ്ദേഹം വന്നതിന് ശേഷം ടീമിന്റെ കളിരീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ ആക്രമണ ഫുട്ബോളിന് മുൻഗണന നൽകുകയും യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി ടീമിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴിൽ അവർ സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേട്ടങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം 5 തവണ ഫുട്ബോളിലെ ഏറ്റവും വലിയ വ്യക്തിഗത പുരസ്കാരമായ ബെലോൺ ഡിയോർ നേടിയിട്ടുണ്ട്. കൂടാതെ പ്രീമിയർ ലീഗ്, ലാ ലീഗ, സീരി എ, യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്നിങ്ങനെ നിരവധി ക്ലബ് കിരീടങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി യൂറോ കപ്പും നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗോൾ വേട്ടയുടെ റെക്കോർഡുകൾ എടുത്തു പറയേണ്ടവയാണ്. വരാനിരിക്കുന്ന ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും പോർച്ചുഗൽ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.